അരുൺ, ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, ഇപ്പം നമ്മൾ ഇന്ന് പ്രധാനപ്പെട്ട ഒരു കോടതിയിൽ നിന്ന് വന്ന വാർത്തയുമായി ബന്ധപ്പെട്ട അതിൻ്റെ സാഹചര്യങ്ങൾ ചർച്ച ചെയ്തു. തുടർച്ചയായി പ്രതിപക്ഷത്തിനുണ്ടായ തിരിച്ചടിയെക്കുറിച്ച് ചോദിച്ചു. ഞാൻ അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹം രാഷ്ട്രീയ കാരണങ്ങളാൽ അതിനെ സ്പർശിച്ചിട്ടേയില്ല. പകരം അദ്ദേഹം പ്രതിപക്ഷത്തിൻ്റെ രാഷ്ട്രീയ വിമർശനങ്ങളുടെ ഒരു ചാർജ് താങ്കളുടെ മുമ്പിൽ അവതരിപ്പിച്ച് വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ അതിനിടയിൽ PPE കിറ്റിനെ കുറിച്ചും AI ക്യാമറയെക്കുറിച്ചും ഒക്കെ പറഞ്ഞു. പക്ഷേ കോടതികളിൽ അവർക്കുണ്ടായ തിരിച്ചടി ഉണ്ടായിട്ടില്ലേ എന്ന് ചോദിച്ചാൽ അതിന് മറുപടിയുമില്ല. പക്ഷേ രാഷ്ട്രീയമായി പ്രതിപക്ഷം നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില ആക്ഷേപങ്ങളിലേക്കാണ് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയൂന്നിയത്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായ മറുപടി അരുണിന് അതിലും പറയേണ്ടി വരും. പ്രതിപക്ഷത്തിന് മറ്റൊരു കാലത്തും ഉണ്ടാകാത്ത നിയമപരമായ തിരിച്ചടിയാണോ കോടതികളിൽ നിന്ന് ലഭിച്ചത്, അത് അവരുടെ രാഷ്ട്രീയമായ തിരിച്ചടി കൂടിയാണോ? രണ്ടും കൂടി ചേർത്ത് ചുരുക്കത്തിൽ. പ്രതിപക്ഷത്തിന് അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചടി അത് രാഷ്ട്രീയപരമായിട്ടും ധാർമ്മികപരമായിട്ടും നിയമപരമായിട്ടും എല്ലാ തരത്തിലുള്ള തിരിച്ചടി നേരിട്ട ഒരു പ്രതിപക്ഷമാണ് കേരളത്തില്. ഇപ്പൊ ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രതിനിധി ചോദിച്ചത് എന്തു പദ്ധതിയാണ് നിങ്ങൾ കൊണ്ടുവന്നത് എന്നതാ. ഇപ്പോ ഇന്നലെ ആയിരുന്നല്ലോ ദേശീയപാതയുടെ 2 റീച്ചുകളുടെ ഉദ്ഘാടനം. നിങ്ങൾ ഭരിക്കുമ്പോൾ 2014 ഓഗസ്റ്റ് മാസത്തില് കേന്ദ്ര ഗവൺമെന്റ് ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കി. ആ നോട്ടിഫിക്കേഷൻ പ്രകാരം കേരളത്തെ മാത്രം ദേശീയപാതയുടെ നിർമ്മാണത്തിൽ നിന്ന് ഒഴിവാക്കി. ഒരാഴ്ച കൂടി കഴിഞ്ഞപ്പോൾ സെപ്റ്റംബർ മാസത്തിൽ ദേശീയപാത അതോറിറ്റിയുടെ മുഴുവൻ ഉദ്യോഗസ്ഥന്മാരും ഓഫീസ് പൂട്ടി ഡൽഹിയിലേക്ക് പോയി. 2014 സെപ്റ്റംബർ മാസത്തിൽ. പിന്നെ 2016 2 കൊല്ലം കഴിഞ്ഞ് സഖാവ് പിണറായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായപ്പോൾ ഡൽഹിയിൽ പോയി ചർച്ച നടത്തി പല ഘട്ടത്തിൽ ഇടപെട്ട് പിന്നെയും 2 വർഷം കഴിഞ്ഞ് 2019 ഈ ദേശീയപാത അതോറിറ്റിയെ കേരളത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് ഇപ്പൊ 6 കൊല്ലം കൊണ്ട് അതിന്റെ പണി പൂർത്തീകരിക്കുന്ന അന്തിമ ഘട്ടത്തിലുള്ളത്. ഞാൻ പറയാം, ദേശീയപാത, തീരദേശപാത, അതുപോലെ മലയോര പാത, ദേശീയ ജലപാത, ജലമെട്രോ, K-ഫോൺ, AI ക്യാമറ, മാലിന്യ നിർമ്മാർജ്ജനത്തിന്റെ ഏറ്റവും വൈവിധ്യമാർന്ന പദ്ധതികൾ, ഇടമൺ കൊച്ചി പാത, വ്യവസായ ഇടനാഴികൾ, ഇൻഫോ പാർക്കിന്റെ വികസനം, ടെക്നോ പാർക്കിന്റെ വികസനം, അതുപോലെ ഈ 10 വർഷം എന്ത് ചെയ്തു എന്ന് നിങ്ങൾ ചോദിക്കുമ്പോൾ 10 വർഷം പവർ കട്ടില്ലാത്ത 10 വർഷം, അഴിമതി ഇല്ലാത്ത 10 വർഷം, വർഗീയ കലാപങ്ങളില്ലാത്ത 10 വർഷം, ലോഡ് ഷെഡിംഗ് ഇല്ലാത്ത 10 വർഷം, നിയമന നിരോധനം ഇല്ലാത്ത 10 വർഷം, പൊതുമേഖലാ വ്യവസായ സ്ഥാപനങ്ങൾ ഒന്നുപോലും അടച്ചുപൂട്ടാത്ത 10 വർഷം, അതുപോലെ ട്രഷറികൾ അടച്ചുപൂട്ടാത്ത 10 വർഷം, ക്ഷേമ പെൻഷന്റെ കുടിശ്ശിക 1 രൂപ പോലും ഇല്ലാത്ത ഈ 10 വർഷം, റേഷൻ ഒരിക്കൽ പോലും മുടങ്ങാത്ത 10 വർഷം, ഒരു സ്കൂള് പോലും അടച്ചുപൂട്ടാത്ത 10 വർഷം, പാഠപുസ്തകങ്ങൾ മുടങ്ങാത്ത 10 വർഷം, കിടപ്പാടങ്ങൾ ജപ്തി ചെയ്യാത്ത 10 വർഷം. അങ്ങനെ ഈ 10 വർഷത്തെ നേട്ടങ്ങൾ നിരവധി കേരളത്തിലെ ജനങ്ങൾ വളരെ സന്തോഷത്തോടെ ഏറ്റുവാങ്ങുന്നു. ഒറ്റ കാര്യം, ഒരു മന്ത്രി പ്രസംഗിച്ചപ്പോൾ പറഞ്ഞില്ലേ, ഞങ്ങൾ പലതും കല്ലിടും, ആ കല്ലിന്റെ മുകളിൽ കല്ല് വയ്ക്കും, അത് കെട്ടിടമായി സ്ഥാപനമായി ഉയരും, അത് കൃത്യമായി ഉദ്ഘാടനം ചെയ്ത് ജനങ്ങൾക്ക് സമർപ്പിക്കും എന്ന് പറഞ്ഞു. ഞാനത് ചോദിക്കട്ടെ, താങ്കൾ പറഞ്ഞു വിഴിഞ്ഞം കൊണ്ടുവന്നു, ആ കല്ലിട്ട് പോയതല്ലാതെ ആ കല്ലിന്റെ മുകളിൽ രണ്ടാമതൊരു കല്ല് നിങ്ങൾ വച്ചില്ലല്ലോ. ഇപ്പോൾ താങ്കൾ കോഴിക്കോടാണ്, തൊട്ടടുത്തല്ലേ വയനാട്ടിലെ ചൂരൽമല മുണ്ടക്കൈ, ആപ്പ് വച്ച് കോടിക്കണക്കിന് രൂപ നിങ്ങൾ പിരിച്ചെടുത്തിട്ട് ഒരു കല്ലിട്ടു, കൊട്ടിഘോഷിച്ച് ഒരു കല്ലിട്ടു. രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരവും ആനക്കൂട്ടങ്ങൾ വരുന്ന ഒരു ഭൂമിയിൽ നിങ്ങൾ വീട് വെച്ച് കൊടുക്കുമെന്ന് പറഞ്ഞ് കല്ലിട്ടു. രണ്ടാമതൊരു കല്ലിടാൻ നിങ്ങൾക്ക് പറ്റിയോ? അപ്പൊ ഈ വികസന പ്രവർത്തനങ്ങൾ ഓരോന്നായി കേരളത്തിൽ നടക്കുമ്പോൾ എന്തിനാ നിങ്ങൾക്ക് ഇത്ര ബുദ്ധിമുട്ട്? ഓടി ഹൈക്കോടതിയിലേക്ക് പോയില്ലേ? എത്ര തവണ പോയി? ആ പോയ ഘട്ടത്തിലൊന്നും ഏതെങ്കിലും കേസ് നിങ്ങൾക്ക് വിജയിക്കാൻ കഴിഞ്ഞോ? ഇവിടെ തുടക്കത്തിൽ ഇൻട്രോയുടെ ഭാഗമായിട്ട് സൂചിപ്പിച്ചില്ലേ, ഏത് കേസാണ് നിങ്ങൾക്ക് വിജയിക്കാൻ കഴിഞ്ഞത്? ഇതിൽ K-ഫോൺ അഴിമതി, അതുപോലെ AI ക്യാമറ അഴിമതി, അതുപോലെ ജലമെട്രോ അഴിമതി. പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ആണ് ഇത്. ആ പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ലിറ്റിഗേഷന് വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരരുത് എന്ന് പറയുന്ന ഒരു ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് പ്രതിപക്ഷ നേതാവിനോട് പറഞ്ഞ സാഹചര്യം നമ്മൾ കണ്ടില്ലേ? രാഷ്ട്രീയ ധാർമ്മികത എന്ന് പറഞ്ഞാൽ അത് മുഖ്യമന്ത്രിയിൽ നിന്ന് മാത്രം പ്രതീക്ഷിച്ചാൽ പോരാ. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനും രാഷ്ട്രീയ ധാർമ്മികതയുണ്ട് എന്ന് തെളിയിക്കുന്ന അഫിഡവിറ്റ് ഫയൽ ചെയ്യാൻ പറഞ്ഞിട്ട് പിന്നെ ഹൈക്കോടതിയുടെ പരിസരത്തേക്ക് പോലും പ്രതിപക്ഷ നേതാവ് പോകാതിരുന്ന കാഴ്ച നമ്മൾ കണ്ടില്ലേ? ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും തോളത്ത് കൈയിട്ട് വളരെ വിരളമാണ് ആ കാഴ്ച. അങ്ങനെ പോയില്ലേ കേസ് കൊടുക്കാൻ ഹൈക്കോടതിയിൽ? എന്നിട്ട് ഏതെങ്കിലും ഒരു കേസിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ട് ഒരു പരാമർശമെങ്കിലും നേടിയെടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞോ? കേന്ദ്ര അന്വേഷണ ഏജൻസി ഇവിടെ വന്ന് തലങ്ങും വിലങ്ങും അന്വേഷണ മാമാങ്കങ്ങൾ സൃഷ്ടിക്കുമ്പോഴും നിങ്ങൾ എത്രയോ നുണപ്രചരണങ്ങളാണ് നടത്തിയത്, നിങ്ങൾ എത്രയോ പത്രസമ്മേളനങ്ങളാണ് അതിനുവേണ്ടി മാറ്റിവെച്ച്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വാർത്ത വന്നല്ലോ, സതീശന്റെ നുണകൾ ഫേസ്ബുക്ക് പേജ് വരെ പോസ്റ്റ് നിങ്ങൾ പൂട്ടിക്കുകയാണ്, മെറ്റയ്ക്ക് പരാതി കൊടുത്ത് പൂട്ടിക്കുക. അതായത് ഇവിടെ സത്യസന്ധമായ കാര്യങ്ങൾ ഒന്നും ചർച്ച ചെയ്യാൻ പാടില്ല.
10 വർഷത്തെ മുമ്പത്തെ കാര്യങ്ങൾ ഞങ്ങളെ ഓർമ്മിപ്പിക്കാൻ പാടില്ല. അങ്ങനെ എത്ര നിങ്ങൾ ഫേസ്ബുക്ക് പേജ് പൂട്ടിച്ചാലും ഹൈക്കോടതിയിൽ പോയി കള്ളക്കേസ് കൊടുത്താലും നിങ്ങളുടെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് മാധ്യമങ്ങളുടെ തെറ്റായ ചർച്ചകൾ സംഘടിപ്പിച്ചാലും കേരളത്തിലെ ജനങ്ങൾ പ്രബുദ്ധരാണ്. ഈ അടുത്ത കാലത്ത് വന്നിരിക്കുന്ന മാറ്റങ്ങൾ കണ്ടില്ലെന്ന് നയിക്കാൻ കഴിയുമോ? ഒരു ദിവസം 133 പേർക്ക് അടച്ചുറപ്പുള്ള വീട് പൂർത്തീകരിച്ച് താക്കോൽ കൈമാറുന്നു. ഒരു ദിവസം 120 പേർക്ക് പട്ടയം കൈമാറുന്നു. ഒരു ദിവസം 87 പേർക്ക് സർക്കാർ ജോലി കൊടുക്കുന്നു. അതുപോലെ അവസാനത്തെ 6 മാസം കൊണ്ട് 1,35,00,000 ടൂറിസ്റ്റുകൾ ഈ കേരളത്തിലെത്തുന്നു. അതുപോലെ കൃഷി 10 വർഷം മുമ്പ് ഉണ്ടായിരുന്ന കൃഷിയുടെ ഇരട്ടിയായിട്ട് ഈ കൃഷി മാറുന്നു. അതുപോലെ സ്റ്റാർട്ടപ്പുകൾ 300-ൽ നിന്ന് 7,400 മാറുന്നു. അതുപോലെ തന്നെ പുതിയ സംരംഭങ്ങൾ 3 വർഷം കൊണ്ട് 3.5 ലക്ഷം പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നു. ഇതൊക്കെ കണ്ടില്ലെന്ന് നടിക്കാൻ ആർക്ക് കഴിയും? അതുകൊണ്ട് നിങ്ങൾ എത്ര പ്രചരണം നടത്തിയാലും, എത്ര കള്ളക്കേസ് കൊടുത്താലും, എത്ര ഫേസ്ബുക്ക് പേജുകൾ പൂട്ടിച്ചാലും ഇത് ചർച്ച ചെയ്യുക തന്നെ ചെയ്യും. കാരണം ജനങ്ങൾ ഈ 10 കൊല്ലം കൊണ്ട് വന്ന ഈ നാടിന്റെ മാറ്റത്തെ ഏറ്റവും നന്നായി ആസ്വദിക്കുകയാണ്. ലോക നിലവാരത്തിലേക്ക് ഈ കേരളം മാറിയതിനെ ജനങ്ങൾ അഭിമാനത്തോടെ കാണുകയാണ്. അമേരിക്കയെ വരെ ശിശുമരണ നിരക്കിലടക്കം നമ്മൾ പിന്നിലാക്കി. മാനവ വിഭവ സൂചികയിലും സുസ്ഥിര വികസന സൂചികയിലും ഒന്നാമതെത്തിയ ഈ കേരളം, ആ കേരളത്തിലെ ജനിച്ചു എന്നതുകൊണ്ട് തന്നെ കേരളത്തിലെ ഓരോ കേരളീയരും അഭിമാനം കൊള്ളുന്ന മുഹൂർത്തത്തിലാണ് നിങ്ങൾ ഈ നുണപ്രചരണമായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇതൊക്കെ ജനങ്ങൾ കൃത്യമായി തന്നെ കണ്ടോളൂ.